നമസ്കാരം. ഷാർജയിൽ കൊല്ലം സ്വദേശിനി അതുല്യ മരിച്ച സംഭവത്തിൽ കൂടുതൽ ആരോപണവുമായി യുവതിയുടെ സുഹൃത്ത് രംഗത്തെത്തി. അതുല്യയുടെ ഭർത്താവിനെതിരെയാണ് ആരോപണം നടത്തിയത്. അതുല്യയുടെ മരണശേഷം ഭർത്താവ് സതീഷ് പറയുന്നതെല്ലാം വെറും നാടകമാണെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സുഹൃത്തായ യുവതി പറഞ്ഞു. 11 വർഷം ഇത്രയധികം പീഡനം സഹിച്ചിട്ടും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്തയാളാണ് അവൾ. സംഭവം നടന്ന ദിവസം അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അന്ന് ജന്മദിനവും പിറ്റേ ദിവസം ജോലിക്ക് പോകാനുള്ള ഒരുക്കത്തിലുമായിരുന്നു. പുതിയ വസ്ത്രമെല്ലാം വാങ്ങിച്ചിരുന്നു. അങ്ങനെ 12 മണിവരെ ഹാപ്പി ആയിരുന്ന ആൾ 4 മണിക്കൂറിനുള്ളിൽ ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല നമ്മൾ, സുഹൃത്ത് വ്യക്തമാക്കി. 2-3 തവണ അവൾ വിവാഹമോചനത്തെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞത് നിന്റെ ജീവിതവും നിന്റെ എല്ലാം ഞാനായിരിക്കണം എന്നാണ്. വിവാഹബന്ധം വേർപ്പെടുത്തിയാലും നീ ജീവിക്കില്ല, നിന്നെയും കൊല്ലും, കുഞ്ഞിനെയും കൊല്ലും, ഞാനും ചാകും എന്ന് ഒരുപാട് തവണ ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ അതുല്യയെ എന്റെ കുഞ്ഞ് എന്നെല്ലാം വിളിക്കുന്നത് കുറ്റത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള സതീഷിന്റെ നാടകമാണെന്നും അതുല്യയുടെ സുഹൃത്തായ യുവതി പറഞ്ഞു. പറ്റില്ലെങ്കിൽ സതീഷിനെ ഒഴിവാക്കി വരാൻ അതുല്യയുടെ സഹോദരിയും താനടക്കമുള്ള സുഹൃത്തുക്കളും പലതവണ പറഞ്ഞിട്ടുണ്ടെന്നും സുഹൃത്ത് വെളിപ്പെടുത്തി. എന്നാൽ സതീഷ് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞപ്പോൾ അതുല്യ തിരികെ പോവുകയായിരുന്നുവെന്ന് സുഹൃത്ത് പറഞ്ഞു. കുഞ്ഞുണ്ടായ സമയത്തും അതുല്യ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അന്ന് സതീഷിന്റെ അമ്മ വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യുമെന്നും കിണറ്റിൽ ചാടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അവന് ഒരു ചാൻസ് കൂടി കൊടുക്കൂ എന്ന് അപേക്ഷിച്ചു. 6 മാസം മുൻപും അവൾ വീണ്ടും വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. മടുത്തെന്നും വിവാഹമോചനം വേണമെന്നും വേറെ എവിടെയെങ്കിലും പോയി താൻ ജീവിച്ചോളാമെന്നും അതുല്യ പലതവണ പറഞ്ഞു. സതീഷ് ഇപ്പോൾ പറയുന്നതെല്ലാം വെറും നാടകമാണ്. ഞാൻ തന്നെ വിളിക്കുമ്പോൾ അയാൾ അവളുടെ ഫോൺ വാങ്ങി അത് തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. 3-4 ഫോൺ എന്റെ അറിവിൽ ഇത്തരത്തിൽ പൊട്ടിച്ചിട്ടുണ്ട്. അവൾ ആരെയും വിളിക്കുന്നതൊന്നും അയാൾക്ക് ഇഷ്ടമല്ല. ഒന്നിനും ഒരു സ്വാതന്ത്ര്യവുമില്ല. ഇപ്പോൾ കുഞ്ഞെ എന്നെല്ലാം അതുല്യയെ വിളിക്കുന്നത് ഒളിച്ചോടാനുള്ള നാടകം മാത്രമാണ്. എന്നോട് ഫോണിൽ സംസാരിക്കുന്ന സതീഷ് ആയിരിക്കില്ല അവളോട് പെരുമാറുന്ന സതീഷ്. ബാക്കിയുള്ളവരുടെ മുന്നിൽ ഭയങ്കര കെയറിംഗ് ആണ്. അതുപോലൊരു ഭർത്താവ് ലോകത്തില്ലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയമാകും അയാളുടേത്. 1 കൊല്ലം മുമ്പ് അതുല്യ നാട്ടിലുണ്ടായിരുന്നു. അന്ന് ഞാനും നാട്ടിലുണ്ടായിരുന്നു. പിറന്നാൾ ദിനത്തിൽ ചേട്ടൻ ആശംസ അറിയിച്ച് വിളിച്ചില്ലെന്ന് പറഞ്ഞ് അതുല്യ അന്ന് സങ്കടം പറഞ്ഞിരുന്നു. ഞാൻ കേക്ക് വാങ്ങി എത്തിച്ചു. ആ കേക്ക് മുറിച്ച് അവൾ ഫേസ്ബുക്കിൽ അതിന്റെ ചിത്രം പോസ്റ്റ് ചെയ്തു. അത് കണ്ടിട്ട് സതീഷ് എന്നെ വിളിച്ച് വഴക്കു പറഞ്ഞു. നീ ആരാ എന്റെ ഭാര്യയ്ക്ക് കേക്ക് വാങ്ങിക്കൊടുക്കാൻ? അവൾക്ക് കേക്ക് വേണേൽ എനിക്കറിയാം. ഇങ്ങനെയുള്ള അയാൾ ജന്മദിനത്തിൽ വിളിക്കാത്തതിന് നീ എന്തിനാണ് പ്രയാസപ്പെടുന്നതെന്ന് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചതാണ്. ചേട്ടന് ആരുമില്ല, ചേട്ടന്റെ വീട്ടുകാർ ആരും ചേട്ടനുമായി സഹകരണമില്ല. ചേട്ടന് പിന്നെ ഞാൻ മാത്രമേ അല്ലേ ഉള്ളൂ. ഞാൻ വിട്ടുപോയാൽ ചേട്ടൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചേട്ടൻ എന്തെങ്കിലും ചെയ്തോട്ടെ, ചേട്ടൻ മാറുമായിരിക്കും. എന്നെ ഭയങ്കര കാര്യമാണ്. കള്ളു കുടിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ എന്നായിരുന്നു മറുപടി. അവൾക്ക് അയാളെ ഭയങ്കര സ്നേഹവും വിശ്വാസവുമായിരുന്നു. എന്നാൽ അയാൾക്ക് നേരെ തിരിച്ചായിരുന്നു. സുഹൃത്തുക്കളുമായി എവിടെയെങ്കിലും പോകുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. നാട്ടിലായാലും വിദേശത്തായാലും അയാളുടെ അനുമതി വേണം. ഉത്സവമോ കല്യാണമോ എന്തായാലും അയാൾ പറയാതെ അവൾക്ക് പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആരാ കൂടെയുള്ളതെന്ന് ഓൺ ദ സ്പോട്ടിൽ വീഡിയോ കോൾ ചെയ്ത് കാണിക്കണം. 1 വർഷം മുമ്പ് ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് എല്ലാവരും പോകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കല്യാണത്തിന് പോയാൽ മതി, റിസപ്ഷന് പോകേണ്ട എന്നാണ് സതീഷ് അതുല്യയോട് പറഞ്ഞത്. എല്ലാവരുമില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അത് അവളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമായി. അത്രയും മോശമായിട്ടാണ് അയാൾ അവളോട് പെരുമാറിയത്. കുറെ നാളത്തേക്ക് സംസാരിച്ചില്ല, ചെലവിന് പൈസ കൊടുത്തില്ല, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കിയില്ല. കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അവൾ അയാളുടെ അടുത്ത് പിടിച്ചു നിന്നത്. കുഞ്ഞിന്റെ ജീവിതം സുരക്ഷിതമാക്കാനാണ് അവൾ അവിടെ കിടന്ന് അനുഭവിച്ചത്, സുഹൃത്ത് പറഞ്ഞു.